തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങും. നമുക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ്. അത്തരം ഇടങ്ങൾ ധീരമായി ഉപേക്ഷിക്കുക. അന്തസ്സായി ജീവിക്കുക. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏതു സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. പ്രണയമാകട്ടെ, സൗഹൃദമാകട്ടെ, മറ്റെന്തുമാവട്ടെ, ഒരാൾക്ക് തുടരാൻ താൽപ്പര്യമില്ല എന്ന് അറിയിക്കുന്ന നിമിഷം മുതൽ അതിൽ നിന്ന് മാറി നടക്കാൻ മനസ്സുണ്ടാവുന്നിടത്തോളം വിശാലമാകണം നമുക്ക് അവരോടുള്ള സ്നേഹം. തോൽവി അനുഭവപ്പെടുമ്പോഴാണ് ആളുകൾ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത്. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിന് മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. നമ്മളെല്ലാം ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാറില്ലേ? അങ്ങനെ വലിയ വിജയങ്ങൾ നേരിടണമെങ്കിൽ അതിലും വലിയ പരാജയങ്ങൾ നേരിടാൻ തയ്യാറാവുക. സ്വപ്നം കണ്ടതിലും എത്രയോ മനോഹരമായിരിക്കും ജീവിതം. വിജയങ്ങൾ ഉണ്ടായാൽ സന്തോഷിക്കാം. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും പഠിക്കാൻ ആയിട്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്കെപ്പോഴും വേണം. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആരും പറയാത്ത പാഠങ്ങൾ. ഒന്ന്, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ശീലിക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അത് ജീവിക്കാൻ കഴിയില്ല. 2, മറ്റുള്ളവരെ പോലെ ആകുക എന്നതല്ല, നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. 3, തെറ്റുകാരനാകാൻ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. പകരം സത്യം തുറന്നു പറഞ്ഞാൽ മതി. നമ്മൾ സ്വയം തെറ്റുകാരാവും. 4, നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാത്തത്. പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കേണ്ട. അതാത് ജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത്. പ്രകടനം മോശമായതുകൊണ്ട് ആരും ഒന്നിനും കൊള്ളാത്തവരാകില്ല. മറിച്ച് വിജയത്തിനായി വേണ്ടത്ര പരിശ്രമിച്ചില്ല എന്ന് മാത്രം. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാലാണ് യഥാർത്ഥ തോൽവിയും. തോൽവികളുടെ അതിജീവനമാണ് കണ്ടുപിടുത്തങ്ങളുടെ ജനനവും ആകുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ നിങ്ങളുടെ ഹൃദയത്തെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. എത്ര വലിയ പ്രശ്നത്തിൽപ്പെട്ടാലും മനഃശക്തി കൈവിടാതിരിക്കുക. കാരണം പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തിയില്ലായ്മയാണ് നമ്മളെ തളർത്തുക. ശുഭാപ്തി വിശ്വാസിക്ക് മാത്രമേ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരങ്ങൾ കണ്ടെത്താൻ കഴിയൂ. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണു തുറന്നു നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടു കൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. പീസ് ഓഫ് മൈൻഡ് അവിടെയാണ്. അവിടെ മാത്രമാണ് നമുക്കത് കാണാൻ സാധിക്കുക.
അറിഞ്ഞിരിക്കേണ്ട സാമൂഹ്യ മര്യാദകളാണ്: 1. ഒരു ആളെ 2 പ്രാവശ്യത്തിൽ കൂടുതൽ നിർത്താതെ കാൾ ചെയ്യരുത്. 2. നിങ്ങൾ ആരുടെയെങ്കിലും അടുത്തുനിന്ന് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു ചോദിക്കുന്നതിന് മുൻപേ തിരിച്ചു കൊടുക്കുക. 3. ഒരു ആൾ നിങ്ങൾക്ക് ട്രീറ്റ് തരുമ്പോൾ മെനുവിലെ ഏറ്റവും വില കൂടിയ ഭക്ഷണം ഓർഡർ ചെയ്യരുത്. 4. സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. 5. അതിഥി വീട്ടിൽ വരുമ്പോൾ ഫോൺ നോക്കിയിരിക്കാതെ അവരോട് സംസാരിക്കുക. 6. ഒരാൾ ഒരു സഹായം ചെയ്താൽ അവരോട് നന്ദി പറയുക. പുരുഷന്മാരെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന 6 കാര്യങ്ങളാണ്: 1. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അവരുടെ പങ്കാളി അവരെ കൊച്ചാക്കി പറയുന്നത്. 2. ആളുകളുള്ള ഒരു വേദിയിൽ പങ്കാളി അവരെപ്പറ്റി മറ്റുള്ളവരുടെ അടുത്ത് പരിചയപ്പെടുത്താതെ മാറ്റി നിർത്തുന്നത്. 3. പുരുഷനേക്കാൾ സ്ത്രീക്കാണ് സമ്പാദ്യം കൂടുതലെങ്കിൽ അവരെ അതിൻ്റെ പേരിൽ കൊച്ചാക്കി സംസാരിക്കുന്നത്. 4. അവരോട് മാപ്പ് പറയാതെ ഇരിക്കുന്നത്. 5. സ്ത്രീകൾ അവരെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അതായത് നിങ്ങളെ ഒന്നിനും കൊള്ളില്ല, നിങ്ങൾ മറ്റുള്ളവരെ കണ്ട് പഠിക്കൂ എന്ന് പറയുന്നത്. ഇതൊക്കെ പുരുഷന്മാരെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഒരു പിണക്കം ഉണ്ടായാൽ ആദ്യം നമ്മളോട് ഇണങ്ങാൻ വരുന്നവർ നമ്മളോട് തോറ്റു വരുന്നതല്ല, നമ്മൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. എല്ലാ സ്നേഹബന്ധങ്ങളും നിലനിൽക്കുന്നത് ഇത്രത്തോളം സ്നേഹിക്കാൻ മനസ്സുള്ള മനുഷ്യനുള്ളതുകൊണ്ടാണ്. ലൈഫിൽ വൈകി വരുന്ന തിരിച്ചറിവുകളാണ്: 1. പ്രധാനപ്പെട്ട കാര്യങ്ങളെ നീട്ടിവെച്ചതുകൊണ്ട് അത് ചെയ്യാൻ പറ്റാതെ വരുന്ന കുറ്റബോധം. 2. നല്ലൊരു അവസരം വന്നപ്പോൾ ആലോചിച്ചു സമയം കളഞ്ഞ് ആ അവസരം കിട്ടാതെ പോയത്. 3. അച്ചടക്ക നിയന്ത്രണം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. 4. വെറുതെ നടന്ന് കളഞ്ഞ സമയം നന്നായി ഉപയോഗിച്ചിരുന്നു എന്ന്. 5. നന്നായി ഞാൻ പ്ലാൻ ചെയ്ത് ജീവിച്ചിരുന്നുവെങ്കിൽ എന്നുള്ളത്. 6. ഓരോ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്തിരുന്നുവെങ്കിൽ എന്നുള്ളത്. ഇതൊക്കെ ലൈഫിൽ വൈകി വരുന്ന തിരിച്ചറിവുകളാണ്. നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത്. സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ എപ്പോഴും നയിക്കേണ്ടത്. മറ്റുള്ളവരിൽ ആദരിക്കപ്പെടുന്ന നല്ലൊരു ജീവിതം നയിക്കുക. എങ്കിൽ വാർദ്ധക്യകാലത്ത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കൽ കൂടി നല്ല ഓർമ്മകൾ ഉണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.